നമസ്കാരം ടീച്ചർമാരെ. പോർഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റായ 20.9 വേർഷനെ പറ്റിയിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പത്തെ വേർഷൻ 20.8.1 ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ വേർഷൻ 20.9 ആണ്. അപ്പോൾ അതിലത്തെ കുറേ ഒരു അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പോർഷൻ ട്രാക്കർ ആപ്പിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ കാണാം നമുക്ക് ഏറ്റവും പുതിയ വേർഷൻ 20.9 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അടിയിൽ കാണാം നമുക്ക് കേട്ടോ വേർഷൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ MPIN അടിച്ചിട്ട് കറക്റ്റായിട്ട് അടിക്കുക, തെറ്റാതെ അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. കറക്റ്റായി അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ പോപ്പപ്പ് ഇഷ്യൂ ഫിക്സഡ്, അത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ചെക്ക് ഫ്രം പ്രീവിയസ് ഡാറ്റ റിമൂവ്ഡ് ഫോർ ദിസ് മന്ത്, അതായത് ഈ മാസം മാത്രമുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ഹൈറ്റ് എൻ്റർ ചെയ്യുമ്പോഴത്തെ ഇഷ്യൂ സൊല്യൂഷനാണ്. ഇതാണ് ഈ അപ്ഡേറ്റിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ്. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. കാരണം നമുക്ക് പലർക്കും ഹൈറ്റ് കുറവ് അടിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഹൈറ്റ് ഒരിക്കലും കുറയില്ല. അപ്പോൾ ഇതുവരെയുള്ള എല്ലാത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കഴിഞ്ഞ മാസം വരെ ഹൈറ്റ് കൂടുതൽ അടിച്ചതിനെ പിന്നെ വീണ്ടും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റിൽ നമ്മളെല്ലാ കുട്ടികളുടെയും ഹൈറ്റും വെയ്റ്റും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യും. നമുക്ക് ഹൈറ്റ് കുറവാണെങ്കിലും നമുക്ക് അടിക്കാൻ പറ്റും. ഈ മാസം മാത്രമുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യണം. നമ്മളെല്ലാ ബെനിഫിഷ്യറീസിൻ്റെയും ഹൈറ്റും വെയ്റ്റും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു സാമോ മാമോ മുമ്പ് അത് കാരണം കൊണ്ട് വന്നതടക്കം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിനെ എടുത്ത് നോക്കി നോക്കാം. ആദ്യം ബെനിഫിഷ്യറീസ് എടുക്കുക. ബെനിഫിഷ്യറീസിൽ 6 to 3 ഇയറിൽ നമ്മുടെ ഇതേപോലെ ഒരു കുട്ടി ഹൈറ്റിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ട് ആയൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് അത് ഇത്തവണ കറക്റ്റായിട്ട് ഹൈറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് എടുത്ത കുട്ടിയുടെ പേര് മുഹമ്മദ് ഷെഷൽ PA എന്നുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം യെല്ലോ കളർ റൗണ്ട്, അതായത് ആണ്. അപ്പോൾ കണ്ടോ വേസ്റ്റഡ് ആണ് ആ കുട്ടിയുടെ. കാരണം എന്താ വെച്ചാൽ ഹൈറ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് 102, വെയ്റ്റ് 13 കിലോയാണ്. അത് രണ്ടും തെറ്റാണ്. കറക്റ്റായിട്ടല്ല അടിച്ചിരിക്കുന്നത്. പക്ഷേ ഹൈറ്റ് കുറച്ച് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും മാമിൽ കിടക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ മാസം നമുക്ക് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ അളവ് എത്രയാണ് അത് എടുത്ത് നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടി ഗ്രോത്ത് മോണിറ്ററിംഗ് തൊടുക. സൈഡിൽ 3 കുത്തൊട്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആക്ച്വൽ ഹൈറ്റും വെയ്റ്റും എടുത്തിട്ട് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയുടെ ഇന്നത്തെ ദിവസം എടുത്ത ഹൈറ്റും വെയ്റ്റുമാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 ഉള്ളത് നമുക്ക് മുമ്പാണെങ്കിൽ അതിന് കുറവ് നമുക്ക് അടിക്കാൻ പറ്റും. പക്ഷേ ഈ മാസം മാത്രം അടിക്കാൻ പറ്റും. ഹൈറ്റ് 84 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 84 സെൻറ്റിമീറ്ററും വെയ്റ്റ് കുട്ടി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 11 കിലോ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തിട്ട് രേഖപ്പെടുത്തി പ്രൊസീഡ് കൊടുക്കുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെ. നിങ്ങൾ ഗ്രോത്ത് മോണിറ്ററിംഗ് എല്ലാ മാസം ചെയ്യണതാണ്. പക്ഷേ മുമ്പ് ഇത് പറ്റിയിരുന്നില്ല, ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഹൈറ്റും വെയിറ്റും എടുത്ത് ചെയ്യുക. പ്രൊസീഡ് കൊടുത്ത് ഒരു വട്ടം കൂടി സബ്മിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇനി തെറ്റിയെന്ന് പറയരുത്. ഈ മാസം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് ഹൈറ്റും വെയിറ്റും എടുത്ത് രേഖപ്പെടുത്തുക. എന്നിട്ട് സാമോ മാമോ വരികച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങളുടെ എൻട്രിങ് ഇഷ്യൂ ആയിട്ട് വരരുത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടോ മുഹമ്മദ് ഷസൽ നോക്കുന്ന സമയത്ത് ആളുടെ വേസ്റ്റഡ് നോർമലായി പച്ച കളർ റൗണ്ട് കണ്ടോ. നമുക്ക് അതിൽ തൊട്ട് നോക്കി നോക്കാം. ആ പേര് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് 6th ജൂണിൽ വേസ്റ്റഡ് നോർമൽ. കാരണം മുമ്പ് ടീച്ചർക്ക് പറ്റാതിരുന്ന ഈ ഹൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കും. എല്ലാവരും ഇതാണ് ഈ അപ്ഡേറ്റിൽ വന്ന ഏറ്റവും വലിയ മാറ്റവും. അപ്പോൾ അതെല്ലാവരും കറക്റ്റായിട്ട് ഹൈറ്റും വെയിറ്റും എടുത്തിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഒന്നും ഗസ് ചെയ്യരുത്. കറക്റ്റായിട്ട് എത്രയാണോ അളവ് എടുത്ത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് 1-2 അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. അതിനുവേണ്ടി നമുക്ക് മോറിൽ പോവാം. മോറിൽ നമ്മുടെ ടീച്ചേഴ്സ് പ്രൊഫൈൽ, അംഗൻവാടി പ്രൊഫൈലൊക്കെ ഉണ്ടല്ലോ. മുമ്പ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണ്, ഇങ്ങനെ വന്നിരുന്നു. ഇപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അംഗൻവാടി വർക്കറും ഹെൽപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്ഷൻ ഇല്ല കണ്ടോ. ഇപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ മൈ പ്രൊഫൈൽ അംഗൻവാടി വർക്കറിനാണ്. നമുക്ക് ഇനി അംഗൻവാടി ഹെൽപ്പറുടെ എടുത്ത് നോക്കി നോക്കാം. അതിലും ഇതേപോലെ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുള്ള ഇത് ഇപ്പോൾ കാണുന്നില്ല. കാരണം അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് അംഗൻവാടി ഹെൽപ്പർ പ്രൊഫൈൽ എടുത്തതിന് അവിടെയും അത് കാണുന്നില്ല. അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ EKYC വെരിഫിക്കേഷനാണ് അംഗൻവാടി വർക്കറും ഹെൽപ്പറും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടോ കംപ്ലീറ്റ് EKYC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഇത് നമുക്കിപ്പോൾ ഹെൽപ്പറുടെയാണ്. ഇതേപോലെ തന്നെ വർക്കറുടെയിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ട അത് ഡിജി ലോക്കറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മുകളിൽ നിന്ന് ഒഫീഷ്യൽസ് കൺഫേം ആയിട്ട് ഇൻഫർമേഷൻ തരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളാരും ചെയ്യേണ്ട. നമുക്കത് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതും ചെയ്തിപ്പോൾ നമുക്ക് വർക്കറുടെ കാര്യം എടുത്ത് നോക്കാം. വർക്കറുടെയിലും ഇതേപോലെ വന്നിട്ടുണ്ട് കണ്ടല്ലോ, അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയി വരുന്ന സമയത്ത് ഇതും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്. മെയിനായിട്ട് ഹൈറ്റ് ഇഷ്യൂ സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്